മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മുസ്തഫ ഖമേനി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. പക്ഷെ അന്ന് നടന്ന ആക്രമണത്തിൽ ഖമേനി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മുസ്തഫ രക്ഷപ്പെട്ടത് തലനാഴിലേക്കാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുസ്തഫയുടെ വീടും താഴെയുള്ള വസതിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീടും ആക്രമണത്തിൽ തകർന്നു. ഇറാനിലെ പുതിയ പരമോന്നതാവ് മുസ്തഫ ഖമേനി ഇത്തരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. വലിയ ഭാഗ്യത്തിന് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. പൂന്തോട്ടത്തിൽ നടക്കാൻ പോയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ മുസ്തഫയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടുവെന്നും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ ആക്രമണം, ഇസ്രായേൽ നടത്തിയ ആക്രമണം മുസ്തഫയെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു. മുസ്തഫയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അതിനുശേഷമാണ് മുസ്തഫ ഇപ്പോൾ റഷ്യയിൽ ചികിത്സയിൽ പോയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രോട്ടോകോൾ തലവൻ കൂടിയായ മസാഹർ ഹുസൈനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് എന്നാണ് വിവരം. അജയ് സുധ ബിജു, നമുക്കറിയാം അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാ നേതാക്കളെയും കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന്. പക്ഷേ മുസ്തഫ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മുസ്തഫ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഗുരുതരമായ പരിക്കുണ്ട്, വീഡിയോ സന്ദേശങ്ങളില്ല. അങ്ങനെ ചില ദുരൂഹതകളുണ്ട്. മുസ്തഫ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് എന്നുള്ള തരത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ വന്നത് ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം തന്നെ റഷ്യയിലേക്ക് ഇറാൻ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. പിന്നീടാണ് ഇറാനിൽ തന്നെ നടന്ന ഒരു ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി തൻ്റെ കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത്. അതിനിടെ മുജ്തബ ഖമേനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നതാണ് ചില പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ഇറാൻ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ മുജ്തബ ഖമേനി മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെറും എഴുതിക്കൊടുത്ത പ്രസ്താവനകൾ മാത്രം വരുന്നത് ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. പിന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം നോക്കുകയാണെങ്കിൽ അബ്ബാസ് അരക്ചി പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇറാന്റെ രാഷ്ട്രീയം അത് ശക്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അത്രത്തോളം ശക്തമല്ല എന്ന് നമുക്ക് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആയത്തുള്ള അലി ഖമേനി അവരുടെ പരമോന്നത നേതാവിനോടൊപ്പം കൊല്ലപ്പെട്ട നേതാക്കൾ നിലവിൽ അലി ലാരിജാനി ഇപ്പോൾ ഏറ്റവും പുതുതായി കൊല്ലപ്പെട്ടതാണ്. അതുപോലെ അലി ഷംഖാനി അവരുടെ ദേശീയ പ്രതിരോധ കൗൺസിൽ തലവൻ കൊല്ലപ്പെട്ടു. മുഹമ്മദ് പോക്പർ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള അസീസ് നാസിർ ഷാ കൊല്ലപ്പെട്ടു. പിന്നെ ഗുലാം റിസ സുലൈമാനി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അർദ്ധ സൈനിക വിഭാഗം കമാൻഡറാണ്. അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള സയ്യിദ് അബ്ദുൾ റഹീം മുസാവി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അഡ്വാൻസ് വെപ്പൺ മേധാവിയായിട്ടുള്ള ഹസൻ അബുൽ അമീലിൻ കൊല്ലപ്പെട്ടു. അതുപോലെ മിലിറ്ററി ബ്യൂറോ തലവനായിട്ടുള്ള മുഹമ്മദ് ഷിറാസി കൊല്ലപ്പെട്ടെന്ന വിവരമുണ്ട്. ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള സലെ ആസാദിയും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു പ്രധാന നേതാവ് ഉൾപ്പെടെ ഇന്റലിജൻസ് മേധാവി അടക്കം മരിച്ചതായിട്ടാണ് വിവരം. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഇറാന്റെ ഏറ്റവും തലപ്പത്തുള്ള പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനാണ്. അതുപോലെ മറ്റൊരു നേതാവ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ഈ രണ്ട് പ്രധാന നേതാക്കൾ ഒഴിച്ചാൽ മറ്റ് ഈ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായിട്ടാണ് നമുക്ക് ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അബ്ബാസ് അരക്ചി പറഞ്ഞ അവരുടെ നേതൃത്വം ശക്തമാണ് എന്ന വാക്കുകൾക്ക് അധികം പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം വന്ന അവരുടെ ഒരു കൃത്യമായിട്ടുള്ള യാഥാസ്ഥിക സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടവും അവരുടെ ഒരു സ്ട്രക്ചറും അത് തീർച്ചയായിട്ടും ഇറാനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് പല തെളിവുകളും സൂചിപ്പിക്കുന്നത്. അവിടെയുള്ള ജനസംഗമം തന്നെ കാണുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അജയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ട്രംപിന് കലിയടങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ, അവിടെ ആക്രമണം നടത്താൻ, ഇറാന്റെ അവിടുത്തെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ മുഴുവൻ സഹായം തേടുകയാണ് കഴിഞ്ഞ 3-4 ദിവസമായി ട്രംപ്. പക്ഷേ നാറ്റോ അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. അമേരിക്കയ്ക്ക് ആരുടെയും സഹായം വേണ്ട എന്നാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം. ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഈ പ്രതികരണം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമാണ് അമേരിക്ക. അവർക്ക് ആരിൽ നിന്നും സഹായം ആവശ്യമില്ല. ട്രംപ് വ്യക്തമാക്കുകയാണ്.
ഇറാനിലെ ഭീകരവാദ ഭരണകൂടത്തിനെതിരായ സൈനിക നടപടികളിൽ പങ്കാളികളാകാൻ താൽപ്പര്യമില്ലെന്ന് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ US-നെ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. നാറ്റോ സഖ്യത്തിൽ ഒരുപാട് സാമ്പത്തികം മുടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഒരു വശത്തേക്ക് മാത്രമുള്ള സഹായമാണ് നടക്കുന്നത്. അല്ലാതെ തിരിച്ച് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പോൾ അവർ മുഖം തിരിക്കുന്നത് നല്ല പ്രവണതയല്ല. പക്ഷേ അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം നടത്തും എന്നാണ് പറയുന്നത്. ഒപ്പം ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ള അവകാശവാദം വീണ്ടും വീണ്ടും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്നുണ്ട്. അവിടുത്തെ ആണവ നാവിക സേനകളെ നശിപ്പിച്ചു, ഒപ്പം സാമ്പത്തികമായി ഇറാൻ ഇല്ലാതാക്കി, നേതാക്കളെ അടക്കം വധിച്ചു എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയുന്നു ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അജയ്, ട്രംപിനോട് ഒരു തരത്തിലും സഹകരിക്കാനാവുന്നില്ല. നമുക്കറിയാം ജോ കെന്റ് എന്ന അമേരിക്കയിലെ ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിലാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ട്രംപിൻ്റെ മാത്രം താല്പര്യമായിരുന്നില്ല. അത് വലിയ അബദ്ധമായി എന്ന് പറഞ്ഞാണ് രാജിവെക്കുന്നത്. തൻ്റെ മനസാക്ഷി അനുസരിച്ച് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞാണ് രാജിവെക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന രീതിയിൽ സഖ്യരാജ്യങ്ങളും പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിന് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇറാനിൽ നിന്ന് ഉടൻ പിന്മാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നാറ്റോ രാജ്യങ്ങളെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയോട് മികച്ച രീതിയിലാണ് സഹകരിക്കുന്നത്, എന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പിന്തുണയും നൽകുന്നില്ല. അവർ തുടർച്ചയായിട്ട് പറയുന്നത് അമേരിക്ക ചെയ്യുന്നത് മികച്ച കാര്യമാണ്, അതിന് പിന്തുണ നൽകുന്നെന്ന് നാറ്റോ രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ സൈനികമായി അമേരിക്കയെ അവർ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് US നിലവിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ട്രംപിന് പ്രധാനമായിട്ടും ഒരു എതിർപ്പ് നാറ്റോ രാജ്യങ്ങളോട് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ഹോർമുസിൻ്റെ സുരക്ഷയ്ക്കായി അമേരിക്കയോടൊപ്പം ഇപ്പോൾ ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, ഇറ്റലി അടക്കം നിരവധി രാജ്യങ്ങളെ അമേരിക്ക ക്ഷണിച്ചതാണ്, ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചതാണ്. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ഈ ക്ഷണം നിർദാക്ഷിണ്യം തള്ളിക്കളയുകയും ഈ ഹോർമുസിലേക്ക് അവരുടെ കപ്പലുകളെ അയക്കില്ല എന്ന് വ്യക്തമാക്കിയതുമാണ്. അതിന് പിന്നാലെയാണ് ട്രംപ് ചില സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് അമേരിക്ക വർഷാവർഷം ട്രില്യൺ കണക്കിന് ഡോളറുകൾ നാറ്റോയുടെ സുരക്ഷയ്ക്കായി നൽകുന്നുണ്ട്. നാറ്റോയിലെ സുപ്രധാന കക്ഷി അമേരിക്കയാണ്. നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ പിന്നീട് നാറ്റോ ഒന്നുമല്ലാതാകും എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം ഉണ്ടാകുന്നുണ്ട്, നാറ്റോയിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് മുഖം നോക്കാതെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം, അതിന് പ്രസിഡന്റായ എനിക്ക് US